മൂന്നാറിലെ ഏറ്റവും വലിയ റിസോർട്ടാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഹെലിപ്പാഡ് അടക്കമുള്ള ആഡംബര സംവിധാനങ്ങളൊക്കെയുണ്ട്. നേച്ചർ ഫ്രണ്ട്ലിയും എക്കോ ഫ്രണ്ട്ലിയുമാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് ജലസ്രോതസ്സിലേക്കാണ്. ഫോക്ക് മൂന്നാർ, വൈപ്പ് മൂന്നാർ രണ്ട് റിസോർട്ടുകളിലായി ഏകദേശം 140 മുറികളാണുള്ളത്. എന്നാൽ ആകെയുള്ളത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് മാത്രം. അതാകട്ടെ 40 മുറികളിൽ നിന്ന് മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ്. അധികമായി എത്തുന്ന മലിനജലം ഹോട്ടലിനോട് ചേർന്ന് കുഴികളെടുത്താണ് സംഭരിച്ചിരുന്നത്. ഇതും നിറഞ്ഞ ജനവാസ മേഖലയിലൂടെ മുതിരപ്പുഴയാറിലേക്ക് ഒഴുകി. വെള്ളമില്ലായിരുന്നു ഹോട്ടലിൽ, ശകലം പോലും വെള്ളമില്ലായിരുന്നു. ഒരു അരയിഞ്ച് ഓസി വരുന്ന വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകി വരുമായിരുന്നു. ഒഴുകി വന്നു കഴിഞ്ഞപ്പോഴും ആൾക്കാർ പറഞ്ഞു ഇതിനിടെ ഇങ്ങനെ വെള്ളം വരുന്നതെന്ന് പറഞ്ഞ് ഞാനും വേറൊരുത്തിനും കൂടെ മുകളിൽ കയറിപ്പോയി. ഞാൻ ഈ ഓസിട്ടൊക്കെ അങ്ങ് മുകളിൽ നിന്നാണ് അവിടം വരെ ചെന്ന് കഴിഞ്ഞപ്പം ഓസിൻ്റെ അങ്ങോട്ട് കിടക്കത്തില്ല. ഭയങ്കര മണം കാരണം എന്താണെന്ന് അറിയത്തില്ല. അതിപ്പോൾ അന്വേഷിച്ച് പിടിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേനാണ് ആൾക്കാർ പറയുന്നത് കക്കൂസ് മാലിന്യം തുറന്നു വിട്ടതായിരുന്നു. മലിനജലം ഒഴുക്കിയതിനെതിരെ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പരാതി ശരിയാണെന്ന് കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അവരോട് ഞങ്ങൾ കയറി ചെന്ന് മുകളിൽ ചെന്ന് ഇവരുടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ കംപ്ലയിൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൂടെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അഭിലാഷ് പറഞ്ഞ അവരുടെ STP ടാങ്ക് കംപ്ലയിൻ്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ജനദ്രോഹ നടപടി ചെയ്യാൻ സാധിക്കും ഇവർക്ക്. അപ്പോൾ അവർ സംഗതി നിങ്ങൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഞങ്ങളിപ്പോൾ തന്നെ നിർത്തലാക്കാം, ഞങ്ങളിത് ഇനി ഒരു തുള്ളി വെള്ളം താഴേക്ക്. പക്ഷേ അത് എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ നേരിട്ട് പരിശോധന നടത്തിയാണ് റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. പഞ്ചായത്ത് റിസോർട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 219 സെക്ഷൻ സബ്സെക്ഷൻ S പ്രകാരമുള്ള ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5500 രൂപ മുതൽ ആഡംബര മുറികൾക്ക് 32,000 രൂപ വരെയാണ് വിവിധ ബുക്കിംഗ് സൈറ്റുകളിൽ ഈ റിസോർട്ടുകളിലെ വാടക. റിസോർട്ടുകളിൽ നിന്നും ഇനി മലിനജലം കുടിവെള്ള സ്രോതസ്സിലെത്തിയാൽ ശക്തമായ സമരം നടത്തുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്ത ഈ റിസോർട്ടിന് പഞ്ചനക്ഷത്ര പദവി ലഭിച്ചതും ദുരൂഹമാണ്. ആനച്ചാലിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.